ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച റജബ് 1 അന്ന് പറ്റുമെങ്കിൽ ഒരു നോമ്പെടുക്കാൻ ശ്രദ്ധിക്കണം. ഒന്ന് ശ്രദ്ധിക്കേ, റജബിൽ ഒരു നോമ്പെടുത്താൽ അതിന് അല്ലാഹു അയാൾക്ക് നൽകുന്ന കൂലിയെക്കുറിച്ച് എത്രയെത്ര ഹദീസിലാണ് വന്നിട്ടുള്ളത്. റജബ് 1 ഒരാൾ നോമ്പെടുത്താൽ അതിന് അല്ലാഹു അയാൾക്ക് നൽകുന്ന പ്രതിഫലം എത്രയാണ്? ഹബീബായ നബിയുടെ ഹദീസുകൾ അനവധിയാണ്. സഹോദരാ സഹോദരി, ശ്രദ്ധിക്കണം. അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഫലമുള്ള നോമ്പുകളിലൊന്നാണ് റജബ് 1 നോമ്പെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഹദീസുകൾ വിശദീകരിച്ച് നമ്മളോട് പറയുന്നുണ്ട്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണമേ അല്ലാ. ശ്രദ്ധിക്കൂ, ഞാനൊരു ഹദീസ് പറയാം. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലഖീതു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കണ്ടുമുട്ടി. ഫഖുൽതു ലഹു, മുആദ് ഇബ്നു ജബലിനോട് ഞാൻ ചോദിച്ചു, മിൻ ഐന ജിത യാ മുആദ്, അല്ല മുആദേ നിങ്ങളിപ്പോൾ എവിടെന്നാണ് വരുന്നത്? ശ്രദ്ധിക്കുക, പറയുന്നത് ശ്രദ്ധിക്കുക, കൽബിലേക്ക് ഇത് കയറട്ടെ. അള്ളാഹു നമ്മളെ കൽബിലേക്ക് ഇൽമൊക്കെ കയറ്റി തരട്ടെ. അതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ടെല്ലാ ഇരുളും അള്ളാഹു നീക്കി തരട്ടെ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനൊരിക്കൽ മഹാനായ സഹാബി വര്യൻ മുആദ് ഇബ്നു ജബൽ തങ്ങളെ കണ്ടു. ഞാൻ ചോദിച്ചു, അല്ല മുആദ് ഇബ്നു ജബൽ നിങ്ങൾ എവിടുന്നാ വരുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ വരുന്നത് മിൻ ഇൻദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബിയുടെ അടുത്ത് നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഫഖുൽതു, ഞാൻ ചോദിച്ചു, മാ സമിഅത മിൻഹു, എന്താ നബിയിൽ നിന്ന് പുതിയ വല്ലതും കേട്ടോ? അപ്പോൾ ഖാല, മുആദ് ഇബ്നു ജബൽ തങ്ങൾ പറഞ്ഞു, സമിഅതു, ഞാൻ കേട്ടു. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മുഖ്ലിസാ ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലയുടെ പൊരുളും അർത്ഥവും ആശയവും അറിഞ്ഞ് ഇഖ്ലാസോടെ ഒരാൾ അത് ഉച്ചരിച്ചാൽ ദഖലൽ ജന്ന, അയാൾ എവിടെ എത്തും? സ്വർഗ്ഗത്തിലെത്തും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറഞ്ഞേക്ക്, അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെയോ രണ്ടാമത് ഹബീബായ നബി തങ്ങൾ പറഞ്ഞതിതാണ്, വമൻ സാമ യൗമൻ മിൻ റജബ, റജബ് മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഒരാൾ നോമ്പെടുത്തു. ഇന്ന ദിവസം എന്ന് പറഞ്ഞില്ല, റജബിലെ ഏതെങ്കിലും ഒരു ദിവസം ഒരാൾ നോമ്പെടുത്തു. യബ്തഗി ബിഹി വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച നോമ്പെടുത്തത്, എന്നാലും ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കും. സ്വർഗത്തിലെ റജബ് എന്ന് പേരുള്ള മനോഹരമായൊരു അരുവിയുണ്ട്. ആ അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ അല്ലാഹു ഒരൊറ്റ വിഭാഗത്തിന് മാത്രമേ പെർമിഷൻ നൽകൂ. ആരാണ് ആ കൂട്ടരം എന്നറിയോ? റജബിൽ നോമ്പെടുത്തവരാണ്. അവർക്കാണ് റജബ് എന്ന നെഹറിൽ നിന്ന് അല്ലാഹു ആ വെള്ളം നൽകുന്നത്. ഇത് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ വേഗം റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നു. സുമ്മ ദഖൽതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുത്തുനബിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഫഖുൽതു, ഞാൻ ചോദിച്ചു, നബിയെ, യാ റസൂലല്ലാഹ്, ഇന്ന മുആദൻ അഖ്ബറനി ബികദാ വകദാ, മഹാനായ മുആദ് എന്നവർ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് എന്നോട് വന്ന് പറഞ്ഞല്ലോ നബിയെ. فقال النبي صلى الله عليه وسلم صدق معاذ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മുആദ് പറഞ്ഞത് സത്യം തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലയുടെ പൊരുൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾ അത് ഉച്ചരിച്ചാൽ സ്വർഗം കിട്ടി. റജബിൽ ഒരു നോമ്പെടുത്താൽ അയാൾക്കും ഒരുപാട് ഹദീസ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ സൗകര്യം പോലെ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ സൗകര്യപ്പെടുകയാണെങ്കിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത തിങ്കളാഴ്ചയാണ് കൊണ്ടോട്ടി ടൗണിലുള്ള ക്ലാസ്. റജബ് 1 അന്ന് റജബിൽ ഒരു നോമ്പ് എന്ന നിലയിൽ കരുതുക.
തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പും റജബിൽ ഒരു നോമ്പെടുക്കൽ പ്രത്യേക സുന്നത്തുണ്ടല്ലോ, ആ നോമ്പും എങ്ങാനും നിങ്ങൾക്ക് റമളാനിൽ വല്ല നോമ്പും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതും ഖലാ വീട്ടാൻ നിയത്ത് ചെയ്തിട്ട് ഇൻഷാ അള്ളാഹ് അന്ന് നോമ്പെടുക്കുക. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മളെ പോരായ്മകളൊക്കെ ഒന്നായിട്ട് പരിഹരിച്ചു തരട്ടെ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ. അള്ളാഹുവേ റജബും ശഅബാനും റമളാനും നന്നായി ഉപയോഗപ്പെടുത്താൻ തൗഫീക്ക് തരണേ റബ്ബേ. ദ്വാരക്കണം, റമളാനൊക്കെ എത്തിക്കിട്ടാൻ ദ്വാരക്കണം. കണ്ടില്ലേ ആ കല്യാണ പെണ്ണ് തലേന്ന് രാത്രി ഇല്ലേ ഫോട്ടോക്ക് പോസ് ചെയ്യുന്നതിനിടയിൽ തളർന്ന് വീണും മരിച്ചു എന്ന് പറയുമ്പോൾ നാളെ മണിയറയിൽ കൂടേണ്ട പെണ്ണ് നാളെ എവിടെ കൂടി? മണ്ണറയിൽ കൂടി. നാളത്തെ രാത്രിയെ സ്വപ്നം കണ്ട പെണ്ണ്, മണിയറ കാത്തിരുന്ന പെണ്ണിനല്ലാഹു വിധിച്ചത് മണ്ണറയാ. ഇത്രയേ ഉള്ളൂ നമ്മുടെ കഥ എന്ന് ചിന്തിക്കണം. അൽ മൗതു ബാബു വകുൽ നാസി ദാഖിലുഹു യാ ലൈത ശൈരി യാ ബഅദൽ ബാബി മദ്ദാറു അദ്ദാറു ദാറു നഈമിൻ അമിൽതു ബിമാ يرلى الإله وإن خالفت فالنار صل مولاي للخلق كلهم. നാളെ സമയത്ത് ഇവിടെ ഉണ്ടാവോ നമ്മൾ എന്ന് നമുക്ക് അറിയൂല. തിങ്കളാഴ്ച എന്തായാലും വേണ്ടിയില്ല. റജബൊക്കെ ഒന്നാവുകയാണെങ്കിൽ നോമ്പ് നൂറ്റാ മജ്ലിസിൽ കൂടുകയാണെങ്കിൽ വലിയ കിട്ടലാണല്ലോ. കൂടണം എന്നൊക്കെ നിയ്യത്ത് ചെയ്തു. പ്രത്യേകിച്ച് റജബ് ഒന്നിന് ചില ദിക്റുകളൊക്കെ പ്രത്യേകം ചൊല്ലേണ്ടതൊക്കെ ചൊല്ലി ദുആ ചെയ്യാമെന്ന് പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരുന്നു. ഒരു പക്ഷേ അപ്പോഴത്തേക്ക് നമ്മൾ എവിടെ എത്താം? ഖബറിലെത്താം. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. അല്ലാഹു നമ്മളൊക്കെ സച്ചരിതരിൽ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മളെല്ലാം ഇടങ്ങാറും അല്ലാഹു തആല തീർത്തു തരട്ടെ. അല്ലാഹുവിലേക്ക് അടുക്കുന്ന മുഖറബീങ്ങളിൽ നമ്മളെല്ലാവരും അല്ലാഹു പെടുത്തി തരട്ടെ.